കോഴിക്കോട് ബാലുശ്ശേരിയിൽ വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. ഗൃഹോപകരണ കടയ്ക്കാണ് രാത്രി 12 മണിയോടെ തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ 7 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. എ കെ ലതീഷ് വാർത്തയുടെ വിശദ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ലതീഷ്, 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണക്കേണ്ടുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് എന്ന് മനസ്സിലാക്കണമോ? ഈ നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ കടയ്ക്ക് തീപിടിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരി ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്ന ഗൃഹോപകരണ കട ലാവണ്യ എന്നു പേരുള്ള ഹോം അപ്ലയൻസസ് കടയ്ക്കാണ് തീപിടുത്തം ഉണ്ടായത്. 4 നിലയുള്ള കടയാണിത്. അതിൽ മുകളിലെ നിലയിലാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഉടമകളെ വിവരമറിയിക്കുകയും ഉടമകൾ എത്തി മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ കടയ്ക്കുള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ഉൾപ്പെടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് തീ അണയ്ക്കാനായത്. പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, വീടുകളിലേക്ക് ആവശ്യമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തീ പിടിച്ചതോടുകൂടി വലിയ തോതിൽ തീ ആളി കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്നാലും ഇന്ന് അത് സംബന്ധിച്ച് മറ്റു കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കടയുടമകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാവ്യ, 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ കഴിയും. അതിന്റെ കൃത്യമായ കണക്കുകളൊന്നും ഇപ്പോൾ ഉടമകൾ പറയേണ്ടുന്ന ഒരു ഘട്ടമായിട്ടില്ല. എന്തായാലും ആളപായമൊന്നുമില്ല. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകട കാരണം. അർദ്ധരാത്രിയിൽ സംഭവിച്ചതാണ് എന്നുള്ള വിവരങ്ങളാണ് ലതീഷ് ഇപ്പോൾ കോഴിക്കോട് നിന്നും പങ്കുവയ്ക്കുന്നത്.